പ്രാവശ്യം ന്യൂ ഇയർ ഉണ്ടല്ലോ കിണ്ണൻ്റെ ഒപ്പം ആഘോഷിക്കാന്ന് വെച്ചിട്ട് കിണ്ണ പാലക്കാട് നിന്ന് വന്നെന്ന് പറഞ്ഞിട്ടോ. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ അവളുടെ വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിലെത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ അവൾ പാലക്കാട് നിന്ന് എത്തിയിട്ടുണ്ടായില്ല, ഫോൺ വിളിച്ചിട്ടാണ് എടുക്കുന്നുണ്ടായില്ല. അങ്ങനെ കട്ട പോസ്റ്റായിട്ട് നേരെ പള്ളിയിൽ പോയിട്ടോ. പള്ളിയിൽ പോസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് നോക്കിട്ടോ. പക്ഷെ അവരാണെന്നുണ്ടെങ്കിൽ എടുക്കണമില്ല, ഫോൺ എടുക്കണ, ചിലർ സ്വിച്ച് ഓഫ്, ചിലർ മെസ്സേജ് പോലും നോക്കണം. അല്ലെങ്കിൽ അത് അങ്ങനെയാണ് കേസ്. നമ്മളെന്തിന് തിരക്കിലിരിക്കുമ്പോഴല്ലോ നമുക്ക് മെസ്സേജ് അയക്കാൻ 100,000 പേരുണ്ടാവും, പക്ഷേ ഉണ്ടല്ലോ ആവശ്യം വരുമ്പോൾ ഒരു മനുഷ്യനും കാണില്ല. അങ്ങനെ 5 മണിക്ക് പള്ളിയിൽ വന്നിരുന്ന ഞാൻ ഇവിടെ കാണുന്നത് 6:30. പിന്നെ ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ വീണ്ടും പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അവിടുത്തെ പുൽക്കൂടൊക്കെ കണ്ട് കുറേ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും കറങ്ങാൻ പോയിട്ടോ. ഈ ഒരു ദിവസത്തെ കുറിച്ച് എനിക്ക് കുറേ പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും നടക്കൂലെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ഗൈസ് നടന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും അടിപൊളിയായിട്ട് നടന്നു. അതൊക്കെ നടക്കാൻ തന്നെ റീസൺ ഞങ്ങൾ റിസ്ക് എടുത്തിട്ട് രാത്രി മുന്തിരി മേടിക്കാൻ പോയതാണ്. ചിലർക്കെങ്കിലും അറിയാമായിരിക്കും ഈ ന്യൂ ഇയറിന്റെ സമയത്തുണ്ടല്ലോ ഈ ടേബിളിന്റെ അടിയിൽ ഇരുന്നിട്ട് 12 ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് 12 മുന്തിരി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ അത് നടക്കുമെന്നാണ് വിശ്വാസം. ഞാൻ അതിൻ്റെ ട്രൈ ചെയ്തൊക്കെയാണ്, നടക്കുകയെന്നുണ്ടെങ്കിൽ പറയാട്ടോ. 2026 അവസാനം തുടക്കം കുറച്ച് സാഡ് ആയിരുന്നെങ്കിൽ അവസാനം ഞാൻ ഭയങ്കര ഹാപ്പിയോടെ ഈ ന്യൂ ഇയർ